وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ റമദാൻ പിന്നിട്ട് ഏതാണ്ട് ഒരു മാസം ആയി തുടങ്ങി. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ തഖ്വയുടെയും ഈമാനിൻ്റെയും ഒക്കെ ഗ്രാഫ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇടയ്ക്കൊരു നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ കഴിഞ്ഞപ്പോൾ പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ടില്ലാത്തതുപോലെ ജീവിക്കാൻ തുടങ്ങി. ദുനിയാവിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ പിടിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ ദുനിയാവ് നമ്മളെ കീഴ്പ്പെടുത്തി കളയും. പിന്നെ പരലോകം മറന്ന് ദുനിയാവിൻ്റെ പിറകെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ദുനിയാവിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുന്ന ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ ജീവിതത്തിലൊരു സംഭവം പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശാലമായ സാമ്രാജ്യത്തിനുടമയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ ഒരു കാർമേഘം ബഗ്ദാദിൽ പെയ്യാതെ ഇങ്ങനെ ദൂരേക്ക് ഒഴുകിപ്പോകുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കാർമേഘമേ, നിനക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് പെയ്യാം, എനിക്കതിലൊരു വിരോധമില്ല. അവിടെ നിന്നൊക്കെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിഹിതം ബഗ്ദാദിലേക്ക് എത്തും. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയുന്നത് പോലൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ ദീനിയായി ഉപദേശിക്കുന്ന ചില സംഘങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു പണ്ഡിതനോട് ഉപദേശം ചോദിച്ചു. അദ്ദേഹം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ വേട്ടയ്ക്ക് പോകുന്നു. കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. നിങ്ങളുടെ കയ്യിൽ വെള്ളവുമില്ല, ഭക്ഷണവുമില്ല, എല്ലാം നിങ്ങളുടെ സംഘത്തിൻ്റെ കയ്യിലാണ്. അവരിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് നിങ്ങളുള്ളത്. ദാഹാർത്തനായി മരണാസന്നനായി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സാധു മനുഷ്യൻ്റെ കയ്യിൽ ഒരു കപ്പിൽ അല്പം വെള്ളം നിങ്ങൾ കണ്ടു. നിങ്ങൾ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് വെള്ളം ചോദിക്കും. അദ്ദേഹം ആ വെള്ളം നൽകാൻ സന്നദ്ധനായില്ലെങ്കിലോ, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നൽകിയെങ്കിലും ഞാൻ ആ വെള്ളം സ്വന്തമാക്കാൻ ശ്രമിക്കും. അതിനും അദ്ദേഹം ആ വെള്ളം നൽകിയില്ലെങ്കിലോ, രാജ്യം മുഴുവൻ നൽകാൻ ഞാൻ സന്നദ്ധനാകും. ഇത്രയും കാലത്തെ വെട്ടിപ്പിടുത്തത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വന്ന ഈ മഹാസാമ്രാജ്യത്തിൻ്റെ വില ഒരു ഗ്ലാസ് വെള്ളമാണ് എന്ന് ഉപദേശിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് തൻ്റെ നഫ്സിനെ കീഴ്പ്പെടുത്തുന്നവനാണ്. അവിടെ ഉപയോഗിച്ച വാക്ക് ദാന എന്നാണ്. അത് തന്നെയാണ് ദീൻ എന്ന വാക്കിൻ്റെയും അർത്ഥം. നമ്മളെ കീഴ്പ്പെടുത്തേണ്ടത് നമ്മുടെ ദീനാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിമാൻ? ഈ ദുനിയാവിൻ്റെ പിറകെ ഓടിയിട്ട് മത്സരിച്ച് തോൽക്കുന്നവനോ വിജയിക്കുന്നവനോ അല്ല. ബുദ്ധിമാൻ എന്ന് പറയുന്നത് തൻ്റെ നഫ്സിനെ കീഴ്പ്പെടുത്തുന്നവനാണ്, എന്നിട്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ്. കാരണം നഫ്സിൻ്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. മനുഷ്യൻ്റെ മനസ്സ് തിന്മ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, അമ്മാറത്ത് എന്നാണ്, നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ആ വാക്കിന് നൽകുന്ന അർത്ഥം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളോടായി പറയുന്നുണ്ട്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം നന്നായി തീരണം. ഇപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതല്ല പരിഗണിക്കപ്പെടുക, നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്നതാണ് പരിഗണിക്കപ്പെടുക. ഒരു സ്ഥാപനത്തിൽ ഒരു തൊഴിലാളി ആ സ്ഥാപനത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ച്, എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു. പക്ഷേ റിട്ടയർമെൻറ്റിൻ്റെ അടുത്ത സമയം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് വന്നു എന്ന് വിചാരിക്കുക. അതോടുകൂടി അഭിപ്രായങ്ങളൊക്കെ മാറും. ഇതിന് സൗകര്യം ചെയ്യാനായിരുന്നു അദ്ദേഹം
എല്ലാവരോടും നന്നായി പെരുമാറിയതും ഈ സ്ഥാപനത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിച്ചിരുന്നതും അതൊരു മറയായിരുന്നു എന്ന് നമ്മൾ ആളുകൾ അഭിപ്രായങ്ങൾ മാറ്റി പറയും. അപ്പം ജീവിതത്തിൻ്റെ അന്ത്യം നന്നായി തീരുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്നാണല്ലോ വിശുദ്ധ ഖുർആന്റെ കൽപ്പനയുടെ ആദ്യത്തെ അഭിസംബോധിതൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ. നീ നിന്റെ റബ്ബിൻ്റെ ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുക, നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിത്തീരുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് യഖീൻ എത്തുന്നത് വരെ നിന്റെ റബ്ബിന് നീ ഇബാദത്ത് ചെയ്യുക. ചിലരെങ്കിലും ബോധപൂർവം ഈ യഖീനിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. സ്വർഗം കിട്ടും എന്ന് ഉറപ്പാകുന്നത് വരെ എന്നാണ് ചിലരൊക്കെ പറഞ്ഞത്. എങ്കിൽ അവിടുത്തെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. തിരുദൂതർ അവിടത്തേക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളാണ്. സഹാബിമാരിൽ 10ഓളം ആളുകൾ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളാണ്. അതിനുശേഷം അവർ ഇബാദത്ത് നിർവഹിച്ചോ, നമസ്കാരം നിർവഹിച്ചോ, റമദാനിൽ നോമ്പ് നോറ്റോ, ദാനധർമ്മങ്ങൾ നിർവഹിച്ചോ, എല്ലാം മരണം വരെ അവർ തുടർന്നു. അവിടുത്തെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അസ്സലാത്ത് 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 എന്ന് ആവർത്തിച്ച് അവിടുന്ന് പറയുകയുണ്ടായി, നമസ്കാരം മറക്കരുത് കേട്ടോ, വിട്ടുപോകരുത് കേട്ടോ, വീഴ്ച വരുത്തരുത് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടത്തോടാണ് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. സ്വർഗം കിട്ടുന്നത് വരെ എന്നല്ല, നിന്റെ ജീവിതത്തിൻ്റെ അവസാനം ഇതാ സംഭവിക്കാൻ പോകുന്നു. അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നോട്, അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടത് അകത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയില്ല, ദാ തീർന്നു എന്ന് നിനക്ക് ബോധ്യപ്പെടുന്നത് വരെ നിന്റെ റബ്ബിന് നീ ഇബാദത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മളിൽ ആർക്കാണ് ഈ വിശുദ്ധ വചനം അറിയാത്തത്? എല്ലാ നഫ്സും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ചിലരെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ദായിഖത്ത് എന്ന പദത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു. അതിനൊരു ആ വാക്കിനൊരു അർത്ഥമുണ്ട്, രുചി എന്നാണ്. ദൗഖ്, ദായിഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ രുചി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാവുന്ന ഒരു രുചിയല്ല മരണം. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഫദൂഖു ഫലൻ നസീദക്കും ഇല്ലാ അദാബ. ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, രുചിച്ചു കൊള്ളുക, ശിക്ഷയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാനില്ല എന്ന് പറയുമ്പോൾ മരണത്തിന്റെ രുചി എന്ന് പറയുന്നത് സുഖമുള്ള അനുഭവമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നലിൽ മൗതില സക്കറാത്തുൻ. മരണത്തിനൊരു സക്കറാത്തുണ്ട്, ഒരുതരം വെപ്രാളം. ഒരുപക്ഷെ വെപ്രാളത്തിന് സമയത്ത് പിശാചിന്റെ ഉപദേശത്തിൽ മനുഷ്യന് വീണുപോകും. ഇതുവരെയും നീ മുവഹിദായി ജീവിച്ചിരുന്നു, നിനക്കൊരു പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ, ഇന്നെന്ന ദൈവങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, ഇന്നെന്ന ഔലിയാക്കളോടൊന്ന് സഹായം തേടി നോക്കൂ. ഇങ്ങനെ തൗഹീദിൽ നിന്ന് വഴിതെറ്റിക്കാൻ, നമ്മുടെ അഖീദയിൽ നിന്ന് വഴിതെറ്റിക്കാൻ അവസാനം വരെയും പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ സക്രാത്തുൽ മൗത്തിൽ ചിലരൊക്കെ പരാജയപ്പെട്ടു പോകും പിശാജിന്റെ മുമ്പിൽ. അവിടുന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയെ കാണാം, അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്. മരണാസന്നനായി കിടക്കുമ്പോൾ തിരുദൂതരുടെ സമീപത്തൊരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് ബോധം പോകും. ബോധം തെളിയുന്ന സമയത്ത് ആ പാത്രത്തിൽ കൈയിട്ട് അതിൻ്റെ തണുപ്പ് കൊണ്ട് ഇങ്ങനെ മുഖത്ത് തടവിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അപ്പം അതിനൊരു സക്രാത്തുണ്ട്. ആ സക്രാത്ത് മറക്കരുത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മാത്രമാണ് നിങ്ങളുടെ കർമ്മഫലങ്ങൾക്ക് കൃത്യമായ പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുക. ദുനിയാവിൽ നടക്കില്ല. എൻ്റെ നാട്ടിൽ ഗ്രീൻ ഹൈവേയുടെ റൂട്ടിൽ ഒരു സാധുവായ മനുഷ്യന് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി ഗവൺമെൻറ് കണ്ടുകെട്ടി അയാൾക്ക് ലക്ഷങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് അയാളുടെ അക്കൗണ്ടിൽ വന്നു. ഒരു ദിവസം തുറന്നു നോക്കുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ അയാൾ വിചാരിക്കാത്ത കാശ് വന്ന് കിടക്കുന്നു. അയാൾ ബോധം കെട്ട് വീണുപോയി. കയ്യിൽ എണ്ണാവുന്ന അല്പം സംഖ്യ അധികമായി തൻ്റെ അക്കൗണ്ടിൽ വന്നപ്പോഴേക്കും ആ മനുഷ്യനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, തളർന്നുപോയി, വീണുപോയി. സ്വർഗം ഏറ്റുവാങ്ങാൻ ഈ ദുനിയാവിന് ശക്തിയില്ല. സ്വർഗത്തിന് പ്രതിഫലം ഏറ്റുവാങ്ങാൻ ഈ ശരീരത്തിന് കരുത്തില്ല. അതുകൊണ്ട് ഈ ദുനിയാവിനെ മറ്റൊരു ദുനിയാവാക്കി മാറ്റി നമ്മൾക്ക് പ്രത്യേകമായി കരുത്ത് നൽകി
നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് പരലോകത്ത് മാത്രമായിരിക്കും. അന്ന് ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആർക്കാണോ അന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും കഴിയുന്നത് അവൻ വിജയിച്ചു. അപ്പോൾ ദുനിയാവിലെ നേട്ടം താൽക്കാലികമാണ് എന്നർത്ഥം. ദുനിയാവിലെ സമ്പത്തോ നമ്മളുള്ളിടത്ത് ഉള്ള കാലം പോലും നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല. കോടികൾ സമ്പാദിക്കുന്ന മനുഷ്യനെ അവൻ ആഹരിക്കുമ്പോൾ അരച്ചാണ് വയറെന്നല്ലേ നമ്മൾ പറയാം. അത് നടക്കാനല്ലേ പറ്റുള്ളൂ. എത്ര കുടിച്ചാലും എത്ര തിന്നാലും എത്ര ആസ്വദിച്ചാലും അതിനപ്പുറത്ത് ആസ്വദിക്കാൻ കഴിയില്ല. അവൻ ഉറങ്ങണം, വിശ്രമിക്കണം, അവനെ രോഗങ്ങൾ ബാധിക്കും. അതുകൊണ്ട് കർമ്മഫലങ്ങൾ നൽകപ്പെടുന്ന പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം ലഭിക്കുകയും ചെയ്താൽ അവനാണ് വിജയിച്ചത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഗുറൂർ. പക്ഷേ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഇതാ നിങ്ങൾ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന മരണം നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ട്. ഒരാൾ ഇങ്ങനെ ആയുധവുമായി തൻ്റെ എതിരാളിയെ കൊല്ലാൻ നടക്കുകയാണ്. എതിരാളി എവിടെയാണോ ഉള്ളത് എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അയാളെ കൊല്ലാൻ ആയുധവും കയ്യിലുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ്റെയും പിറകെ അവൻ്റെ ആയുസ് തീരുമ്പോൾ അവൻ്റെ ആത്മാവിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് കൂടെയുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും ആയുസ് നിർണയിക്കപ്പെട്ട ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. എങ്ങനെ ഓടിയൊളിക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു വളവിൽ ഏതെങ്കിലും ഒരു സന്ധിയിൽ അത് നമ്മുടെ മുമ്പിൽ വന്ന് ചാടും. അതുകൊണ്ട് അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വന്നു ചേരുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ചെലവഴിച്ചുകൊള്ളുക. ഖുർആൻ പറയാണ്, കടിയും ചിരിയും യാത്രകളും തിന്നും കുടിച്ചും ഈ ദുനിയാവ് അങ്ങോട്ട് തീർന്നു പോകും. ഒരു പ്രത്യേക പ്രയോഗമുണ്ട്, അർമാദിക്കുക. അടുത്ത കാലത്താണ് ആ പദം മലയാളികളുടെ സംസാരത്തിലേക്ക് വന്നത്, അർമാദിക്കുക. പലരും പരിധി വിട്ട് അർമാദിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഅബുൻ വലഹുവൻ വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. ഇതാ ദുനിയാവ് ഇങ്ങനെ കളിച്ചും ചിരിച്ചും വിനോദിച്ചും അങ്ങനെ കഴിഞ്ഞു പോകും. എന്നാൽ മുത്തഖീങ്ങൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് പരലോക ഭവനമാണ് ഏറ്റവും ഉത്തമം. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം വബിഇസൽ മിഹാദ്. ഇതിൻ്റെ ആദ്യത്തെ അഭിസംബോധിതൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഗുറന്നക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ ദുനിയാവിൽ സത്യനിഷേധികൾ ഹക്കും ബാത്തിലും നോക്കാതെ, നേരും നെറിയും നോക്കാതെ, ശരിയും തെറ്റും നോക്കാതെ തേരാപാര ജീവിക്കുന്നത് കണ്ട് നീ വഞ്ചിതനാവണ്ട. മൂസാ അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന കാണാം, അല്ലാഹുവേ സത്യനിഷേധികൾക്ക് നീ നൽകിയ ദുനിയാവ് കണ്ട് വിശ്വാസികൾ പോലും വഞ്ചിതരാകുന്ന അവസ്ഥയാണുള്ളത്. അവിടെ മനസ്സ് പോലും അങ്ങോട്ട് ചാഞ്ഞു പോകുന്നു. മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. വിശ്വാസികളോട് പറയാണ്, അങ്ങനെ ചായണ്ട, അവർക്ക് ഹക്കും ബാത്തിൽ നോക്കണ്ട. ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടാകും, ഈ സ്ഥാപനത്തിൽ കൈക്കൂലി സംഭാവനയായോ സമ്മാനമായോ സ്വീകരിക്കുകയില്ല. ആ മെസ്സേജിൻ്റെ താഴെ രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ടാവും. എന്നിട്ടും അഴിമതി നടക്കുന്നില്ലേ? കൈക്കൂലി വാങ്ങുന്നില്ലേ? തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നിന്ന് നേടാൻ പറ്റുന്നതേ നേടാൻ കഴിയൂ. അതുകൊണ്ട് അവർക്ക് ഹക്കും ബാത്തിലും നോക്കാതെ അവർ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നീ വഞ്ചിതനാവണ്ട എന്നാണ് വിശ്വാസിയോട് പറയുന്നത്. ലകിനല്ലദീന തഖൗ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നുസുലൻ മിൻ ഇൻദില്ലാഹ് വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ. എന്നാൽ മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അനശ്വരമായ സ്വർഗമാണ് ഏറ്റവും ഉത്തമം. ആ അനശ്വര സ്വർഗത്തിൽ മഹാപ്രപഞ്ചത്തിൻ്റെ സട്ടാവും സംവിധായകനുമായ റബ്ബിൻ്റെ അതിഥിയായിട്ടാണ് വിശ്വാസി കടന്നു വരിക. ആരുടെ അതിഥിയാണ്? ഈ ദുനിയാവിലൊരു സമ്പന്നൻ്റെ അതിഥിയല്ല. ഇപ്പം നമ്മളിങ്ങനെ സമ്പന്നന്മാരെങ്ങനെ വേർതിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. ഈ ചെറിയ ദുനിയാവിനകത്തല്ലേ അവരുടെ ഈ സമ്പത്തൊക്കെ ഉള്ളത്. കോടികൾ അവിടെ അക്കൗണ്ടിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ ജീവിക്കുന്ന ഈ നശിച്ചു പോകുന്ന ദുനിയാവിനകത്താണുള്ളത്. അതിനപ്പുറത്ത് ചന്ദ്രനിൽ അവർക്ക് ഭൂമിയില്ല, ചൊവ്വയിൽ അവർക്ക് ഭൂമിയില്ല, സൂര്യനിൽ അവർക്ക് ആധിപത്യമില്ല.
ഈ മഹാപ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ്, അവൻ്റെ അതിഥിയായി സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന വിഭവങ്ങൾ എത്രയായിരിക്കും? അത് ഈ ദുനിയാവിനേക്കാളും മികച്ചതായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആനിലെ സൂറത്തു നാസിആത്തിലെ ആദ്യത്തെ 2 ആയത്ത്, വന്നാസിആതി ഗർഖ വന്നാശിഖാതി നഷ്ത. ഒന്ന് ദുഷ്ടനായൊരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്, മറ്റൊന്ന് ശിഷ്ടനായ നല്ലവനായൊരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വന്നാസിആതി ഗർഖ, ഇങ്ങോട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഊരിയെടുക്കുന്നവനാണ്. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാം, അത് മലക്കൾ ഒരു മനുഷ്യൻ്റെ ആത്മാവിന് പിടിക്കുന്ന സന്ദർഭമാണ്. എന്തുകൊണ്ടാണ് അത്രയും അവൻ്റെ ശരീരത്തിലേക്ക് ഊർന്നിറങ്ങേണ്ടി വന്നത്? അവൻ മരണത്തെ നേർക്കുനേരെ കണ്ടപ്പോഴാണ് അയ്യടാ പറ്റിച്ചു, ഇതിലുള്ള ജീവിതമൊന്നും ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നില്ലല്ലോ, ഇനി എന്തു ചെയ്യും എന്ന ഭീതിയിൽ നിന്ന് അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് പോയി ഒളിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒളിച്ച ആത്മാവിനെ അവൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിൽ നിന്നും, അവൻ്റെ ശരീരത്തിലെ ഓരോ രോമകുഭങ്ങളിൽ നിന്നും പുറത്തേക്കെടുക്കാൻ മലക്കൾ കാണിക്കുന്ന പരാക്രമത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞു, ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഈ മലായികത്തെ അവിടെ മുഖത്തും പിൻഭാഗത്തും ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ചുമലിങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുക. കുറച്ചു കഴിഞ്ഞാൽ ആ ചുമരിങ്ങനെ അടർന്ന് വീഴുന്നത് പോലെ ഇവൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിൽ നിന്നും അവൻ്റെ ഓരോ രോമകുപത്തിൽ നിന്നും അവൻ്റെ റൂഹിനെ പുറത്തെടുക്കാൻ മലക്കൾ അവൻ്റെ ശരീരത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ അടിച്ചു പരിക്കേൽപ്പിക്കുമെന്ന് ഖുർആൻ പറയുന്നു. അതാണ് വന്നാസിആതി ഗർഖ വന്നാശിഖാതി നഷ്ത. എളുപ്പോട് ഊരിക്കൊണ്ടുപോകുന്ന ഒരു മരണമാണ് വിശ്വാസിയുടേത്. ഹദീസിലൊക്കെ അതിന് ഉദാഹരണം പറയുന്നത്, ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ലാഘവത്തോടെ വിശ്വാസിയുടെ മരണം നടക്കുമെന്ന്. ആ സമയത്തും മരണത്തിന് വേദന ഉണ്ടാകും, അതിലൊരു സംശയമൊന്നുമില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലും ആ വേദന അനുഭവിച്ച ആളാണ്. ഏതൊരു വിശ്വാസിക്കും അതിൻ്റെതായ മരണത്തിന് വേദന ഉണ്ടാകും. പക്ഷേ ആ മരണത്തിൻ്റെ വേദനയിലും അവനൊരു ആശ്വാസമുണ്ട്, ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വേദനയാണ്. ഈ മരിക്കുന്ന മനുഷ്യൻ മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് റൗഹാൻ. റൗഹ് എന്ന് പറഞ്ഞാൽ ആശ്വാസം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കൂ. വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ. നമ്മുടെ പ്രാർത്ഥന പെട്ടതല്ല അല്ലാഹുമ്മ ജഅലിദ് ദുനിയ അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വഅസ്ലിഹ് ലീ ദുനിയായ അല്ലത്തി ഫിഹാ മആശി വഅസ്ലിഹ് ലീ ആഖിറതി അല്ലത്തി ഫിഹാ മആദി വജ്അലിൽ ഹയാത റാഹത്തൻ വജ്അലിൽ ഹയാത സിയാദത്തൻ ലീ മിൻ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ. എൻ്റെ മരണം ഈ ദുനിയാവിലെ എല്ലാ ഷറിൽ നിന്നുമുള്ള എനിക്കുള്ള റാഹത്തായിട്ട് മാറ്റണമേ റബ്ബേ എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫറൗഹൻ, അയാൾക്ക് ആശ്വാസമുണ്ട്. വറൈഹാൻ, സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുമായി മലക്കുൽ മൗത്ത് അവൻ്റെ അടുക്കൽ വരും. സുഗന്ധം പുരട്ടിയ കഫൻ പുടവയുമായി ആ കഫൻ പുടവയിലേക്കാണ് വിശ്വാസിയുടെ ആത്മാവിനെ ഏറ്റുവാങ്ങുന്നത്. ആ ഒരു മരണമാണ് വിശ്വാസിക്ക് ലഭിക്കേണ്ടത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വിശ്വാസി പ്രവർത്തിക്കേണ്ടത്. വബ്തഖി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ആരോടാണ് ഈ വാക്ക്? ഇസ്രായേൽ സമൂഹത്തിലെ വിശ്വാസികൾ ആ കൂട്ടത്തിലെ കോർപ്പറേറ്റ് മുതലാളിയായിരുന്ന ഖാറൂനോട് ഒരു വേള പറഞ്ഞുപോയ വാക്കാണ് വബ്തഖി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് നീ പരലോകത്തെ അന്വേഷിക്കുക. നിനക്ക് ആരോഗ്യം കിട്ടിയത്, ആ ആരോഗ്യം നീ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തു. നിനക്ക് അറിവ് ലഭിച്ചോ, ആ അറിവ് ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തു, സമൂഹത്തിന് വേണ്ടി. നിനക്ക് നേതൃപാഠവുമുണ്ടോ, ആ നേതൃപാഠം നീ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കൂ. അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് എന്താണോ റബ്ബ് നിനക്ക് തന്നത്, ആ തന്നതുകൊണ്ട് നീ പരലോകത്തെ അന്വേഷിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിലെ നിന്റെ വിഹിതത്തെ നീ വിസ്മരിക്കണ്ട. ദുനിയാവ് മുഴുവൻ അങ്ങോട്ട് ധർമ്മം ചെയ്തിട്ട് പാപ്പറായി പോകേണ്ടതില്ല. നിനക്ക് ജീവിക്കണം മാന്യമായി, നിന്റെ കുടുംബത്തെ പോറ്റണം മാന്യമായി, നിന്റെ മക്കളെ വളർത്തണം മാന്യമായി, അത് മറക്കണ്ട. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹ് നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്,
ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്. നന്മ പ്രവർത്തിക്കാനാണ് വിശ്വാസി കൽപ്പിക്കപ്പെട്ടത്. ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയും ചെയ്തു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഫസാദ് ഉണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അത്തരം ആളുകളോട് അള്ളാഹ്ക്ക് വെറുപ്പാണ്. എന്നിട്ട് ഒരു ആയത്ത്, തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉൽവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബത്തുൽ ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക ഭവനം ഒരുക്കി വെച്ചത് തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉൽവൻ ഫിൽ അർദി വലാ ഫസാദ. ദുനിയാവിൽ ഉലുവ് ആഗ്രഹിക്കാത്ത, ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു പരലോക ഭവനത്തെ ഒരുക്കി വെച്ചത്. നല്ലോണം ആലോചിക്കേണ്ട ചില പ്രയോഗങ്ങളാണ് അല്ലേ? അയൽവാസിയോട് പെരുമാറുമ്പോൾ, സുഹൃത്തുക്കളോട് പെരുമാറുമ്പോൾ, സഹതൊഴിലാളികളോട് പെരുമാറുമ്പോൾ, കീഴ്ജീവനക്കാരോട് പെരുമാറുമ്പോൾ, ഇങ്ങനെ എല്ലാ രംഗത്തും വിശ്വാസി വിനയാന്വിതനായിരിക്കണം. നന്മ പ്രവർത്തിക്കുന്നവനാകണം. തനിക്കും തൻ്റെ സമൂഹത്തിനും വേണ്ടി നന്മ ആഗ്രഹിക്കുന്നവനാവണം. അവൻ കാരണം ഒരു ഫസാദ് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഈ ദുനിയാവ് എങ്ങനെ പോയാലും അവസാനം മുത്തഖീങ്ങൾക്ക് അനുകൂലമായി വരും. ഇതിൻ്റെ പര്യവസാനം മുത്തഖീങ്ങൾക്ക് അനുകൂലമായി വരും പര്യവസാനം. ആ അനുകൂലമായ പര്യവസാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് വിശ്വാസി തൻ്റെ ചിന്തകളെ, തൻ്റെ പ്രവർത്തനങ്ങളെ, ജീവിതത്തിൻ്റെ അനക്കങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ റമളാനിന് ശേഷം നമ്മളിങ്ങനെ വന്നു നിൽക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു പ്രത്യേകമായ ഇബാദത്ത് നമ്മൾ നിർവഹിക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി എന്നതിൻ്റെ അടയാളം ആ പ്രത്യേകമായ ആരാധനയ്ക്ക് ശേഷം വിശ്വാസിയുടെ ജീവിതം മെച്ചപ്പെടുക എന്നതാണ്. എന്താണ് ഈ മെച്ചപ്പെടൽ? അയാളുടെ ശമ്പളത്തിലുള്ള മെച്ചമല്ല, അയാളുടെ ബിസിനസ്സിലുള്ള പുരോഗതിയല്ല. അയാളുടെ ഈമാനും തഖ്വയും ഒക്കെ മെച്ചപ്പെട്ട് അയാളുടെ മുആമലത്ത്, സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, ആളുകളോടുള്ള പെരുമാറ്റങ്ങൾ, അയാളുടെ മക്കളോടുള്ള പെരുമാറ്റങ്ങൾ, ദുനിയാവിനോടുള്ള അയാളുടെ സമീപനം മെച്ചപ്പെടുക എന്നതാണ് ഒരു ഇബാദത്ത് സ്വീകാര്യമായി എന്നതിൻ്റെ അടയാളമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ കുറേ ചരിത്രങ്ങളും ചെറുതായി ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഈ പ്രവാചകന്മാർക്ക് ശേഷം പിൽക്കാലത്ത് ചില ആളുകൾ കയറി വരും. അദാഉസ് സ്വലാത്ത്, അവർ നമസ്കാരം പാഴാക്കും. വത്തബഉ ശഹവാത്ത്, അവർ ഷഹവാത്തിൻ്റെ പിറകെ പോകും. ഫസൗഫ യൽഖൗന ഗയ്യ, ആ തിന്മയുടെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. റമദാനിൽ പോലും നമ്മുടെ ചെറുപ്പക്കാർ തറാവിഹിൻ്റെ സമയത്ത്, ഇശാ നമസ്കാരത്തിൻ്റെ സമയത്ത്, ഇവിടെ അത് എത്രമാത്രം ബാധകമാവെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ദമ്മ് സോഡ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. സോഡയിൽ പ്രത്യേകമായ എരിവും പുളിയൊക്കെ ചേർത്തിട്ടുള്ളൊരു പ്രത്യേക പാനീയം. അത് കുടിക്കാൻ വേണ്ടി ആണും പെണ്ണും ഒന്നാകെ പുറത്തിറങ്ങണം. ലിബറലിസം വളർന്ന് അതിൻ്റെ വളരെ അപകടകരമായൊരവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ല, ആണും പെണ്ണുള്ള ഈ അകലം കുറഞ്ഞു പോവുക. എല്ലാവരും ഒരുപോലെ രാവും പകലും വ്യത്യാസമില്ലാതെ പുറത്തേക്ക് ഇറങ്ങുക. എല്ലാവരുടെയും കയ്യിൽ കാശുണ്ട്. എന്നിട്ട് ഈ ദമ്മ് സോഡയുടെ മുമ്പിൽ തിരക്കുക. ഒരാൾ വിളിച്ചു പറയുന്നത് അയാളുടെ കയ്യിൽ സ്വർഗത്തിലെ മോരുണ്ട് എന്നാണ്, മറ്റൊരുത്തൻ്റെ കയ്യിൽ നരകത്തിൻ്റെ പാനീയമാണ്. ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിലെ വിഭവങ്ങൾ വിളമ്പാണ് ഈ ദമ്മ സോഡക്കാരൻ. അത് അന്വേഷിച്ചിട്ട് നടക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ. ആ ദിവസം, പുണ്യ ദിവസങ്ങൾ പോലും നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയാൽ അയാളെക്കാളും വലിയ നഷ്ടക്കാരൻ ആരാണ്? അതുകൊണ്ട് റമളാനിന് ശേഷവും നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ഊർജമാണ് റമളാനിലെ പട്ടിണിയിലൂടെ വിശ്വാസി നേടിയെടുക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയണം. റമളാനിന് ശേഷമുള്ള ഒരു 11 മാസം ഉണ്ടല്ലോ, ആ 11 മാസം നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ഊർജമാണ് പട്ടിണിയിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അല്ലേ? ആ പകലിൻ്റെ പട്ടിണി,
ചില ജീവികളുണ്ട്, അവരുടെ നന്നായി മഴ പെയ്യുന്ന കാലം അവസാനിച്ച് വറുതിയുടെ ഒരു കാലം വന്നാൽ, വെള്ളം തീർന്നു പോകുന്ന ഒരു കാലം വന്നാൽ ഈ ചതുപ്പിലിങ്ങനെ ഒരു 10-11 മാസം അവരിങ്ങനെ ആ ചതുപ്പിൽ കിടക്കും. ഒരു പ്രത്യേക അവസ്ഥയിലിങ്ങനെ. ആ സമയത്ത് അവിടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലും ക്രമീകരിക്കപ്പെടും. അവർക്ക് ഭക്ഷണമില്ല, വെള്ളവുമില്ല. അടുത്ത മഴ പെയ്യുന്ന സീസൺ വരെ അവരങ്ങനെ കിടക്കും. ഈ പുതിയ മഴയ്ക്ക് ഇനിയും ഇതുപോലെ ജീവിക്കാനുള്ള ഊർജം അവർ ശേഖരിക്കും. വിശ്വാസി റമളാനിലൂടെ ശേഖരിച്ച ഊർജം തഖ്വയുടെ ഊർജമാണ്, ഈമാനിൻ്റെ ഊർജമാണ്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമമാണെന്ന് നടത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ പോലും കാണാം, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. പടച്ചോനെ, എനിക്ക് നീ തഖ്വ നൽകണമേ, എൻ്റെ മനസ്സിനെ നീ സംസ്കരിക്കണമേ. അതിൻ്റെ ഉടമ നീയാണ്, അതിൻ്റെ സംരക്ഷകൻ നീയാണ്. ഇവിടുത്തെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ നഫ്സിനെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ച് നിർത്തണമേ. ഒരു ഞാണിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന വേഗത്തിൽ ദീനിൽ നിന്ന് തെറിച്ചു പോവുകയാണ് സമൂഹം. അത്ര കണ്ട് ഈ ദുനിയാവിലേക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കുന്ന മനുഷ്യർ. ഓരോ ദിവസവും എക്സ്-മുസ്ലിങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരു കാലത്ത് അവരൊക്കെയും നമ്മളെപ്പോലെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചവർ ആയിരുന്നു, സംസാരിച്ചവരായിരുന്നു. ഇന്ന് അവർക്ക് ദീന് നഷ്ടപ്പെട്ടു. അവർ പരലോകത്തെ നിഷേധിക്കുന്നു, അള്ളാഹുവിനെ നിഷേധിക്കുന്നു, പ്രവാചകന്റെ ചര്യയെ നിഷേധിക്കുന്നു, ദീൻ പറഞ്ഞ എല്ലാ നന്മകളെയും അവർ നിഷേധിക്കുന്നു. എന്നിട്ട് നേരെ മറുപക്ഷത്ത് നിന്ന് ദീനിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ഒരാളിങ്ങനെ നേരം വെളുക്കുമ്പോൾ മുസ്ലിം ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കാഫിറായി മരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ദുനിയാവ് മനുഷ്യനിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്ന ഖുർആന്റെ വചനം നമ്മൾ മറക്കാതിരിക്കുക. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. ആയുസ് തീർന്നു പോകുന്ന ഈ ദുനിയാവിൽ നിന്ന് ആയുസ് തീരാത്ത പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ആയുസ് തീർന്നു പോകുന്ന ഈ ദുനിയാവിൽ നിന്ന് ആയുസ് തീരാത്ത പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക. അവനാണ് ബുദ്ധിമാൻ എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ നന്നായി നന്മകൾ പ്രവർത്തിക്കാൻ, നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പാളിച്ചകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹുവേ, നിൻ്റെ ഈ ഭവനത്തിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ബാധിച്ചവരുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ചവരുണ്ട്, സാമ്പത്തികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, രോഗികളായ ആളുകൾക്ക് പൂർണ്ണമായ ആഫിയത്തും ഷിഫയും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, നന്നായി നിനക്ക് ഇബാദത്തെടുക്കാൻ പറ്റുന്ന ആരോഗ്യവും മനസ്ഥിതിയും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. സാമ്പത്തികമായി ഞങ്ങളുടെ കൂട്ടത്തിൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവെ നീ ആശ്വാസം നൽകണേ റബ്ബേ. കടബാധിതരായി മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ നിന്നിൽ ശരണം തേടുന്നു. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ബന്ധുജനങ്ങൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, കൂടെ പ്രവർത്തിച്ചിരുന്നവർ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും നാളെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യണ തമ്പുരാനെ. അള്ളാഹുവെ, ലോകത്തെല്ലായിടത്തും നീ സമാധാനം ഉണ്ടാക്കണമെന്നാഥ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ റബ്ബേ. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുലിച്ച് നിൽക്കേണ്ടി വരാത്ത വിധം, ഞങ്ങളുടെ അഖീദയെ ഞങ്ങൾക്ക് തള്ളി പറയേണ്ടി വരാത്ത വിധം, അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം മറ്റൊരു ദൈവത്തിൻ്റെ പേരും വിളിക്കേണ്ടി വരാത്ത വിധം ഞങ്ങൾക്ക് നീ ഇസ്സത്തും കരുത്തും ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമെന്നാഥാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.